പറയുമ്പോൾ വെൽക്കം ബാക്ക്. ടുഡേ ഈസ് ദ 27th ഡേ ഓഫ് അവർ 28 ഡേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. റോണ്ട ബർണിന്റെ ദ മാജിക് എന്ന ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 27ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ടുഡേ ഇന്ന് വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ മനോഹരമായൊരു പ്രാക്ടീസാണ്. നമ്മൾ അധികമൊന്നും നമ്മൾ ചെയ്യാത്ത, നമ്മൾ ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചു പറഞ്ഞു ഒക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു ഭാഗമുണ്ട്. അതെന്താന്ന് പറയണേ. ഓക്കെ, നമ്മൾ സോൾവിങ് വൺ, നമ്മൾ ഇങ്ങനെ പുറമേയുള്ള ആളുകളെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ, അതായത് കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഒരുപാട് എക്സ്പ്ലനേഷൻ നിൽക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഈ കോൺഫിഡൻസ് ഉള്ള ആളുകൾ തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും അവർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. എന്താണെന്നറിയാമോ? ഈ എക്സ്പ്ലനേഷൻ വരുന്നത് നമുക്ക് കോൺഫിഡൻസ് കുറയുമ്പോഴാണ് പറയുന്നത്. കാരണം നമ്മളറിയാവുന്ന ആളുകൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമ്മളറിയാത്ത ആളുകളെ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നത്. അവർ എത്ര എക്സ്പ്ലനേഷൻ കേട്ടാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ നിൽക്കണ്ടെന്ന് പറയണം. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പ്രശ്നം തീർത്ത് അടുത്ത പ്രശ്നമായിട്ട് ഇങ്ങനെ നമ്മൾ പരിഹാരങ്ങളുടെ പിന്നാലെ പോകാൻ സമയം ഉണ്ടാവുള്ളൂ എന്ന് പറയണേ. കംപ്ലൈനിങ് അബൌട്ട് സൊല്യൂഷൻസ് ഓൺ അതർ, വെൻ യു യൂസ് ഗ്രാറ്റിറ്റ്യൂഡ് എവറിത്തിങ് ഇൻ ദ വേൾഡ് അറൌണ്ട് യു മാജിക്കലി ചേഞ്ചസ്. ഓക്കെ, നിങ്ങൾ കംപ്ലൈനിങ്സ് നിർത്തിയിട്ട്, പരാതികൾ നിർത്തിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മിറാക്കുലസ് ആയിട്ട് മാറി തുടങ്ങുന്നതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, നമ്മൾ ഈ ലോകം മാറ്റണമെങ്കിൽ നമ്മൾ ആകെ മാറ്റേണ്ട ഒരേ ഒരാളുള്ളൂ. ആരാണ്? ദ പേഴ്സൺ ഹൂം യു സീ ഇൻ ദ മിറർ. കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന ആളെ മാറ്റുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാത്രമേ സ്ഥായിയായ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇന്നൊരാൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ, അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ, ഇൻലോസിനെയൊക്കെ മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ മാറ്റാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. കാരണം അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അതായത് നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഹീലിംഗ് ഒക്കെ ഉപയോഗിച്ച് റിലേഷൻഷിപ്പ് മാറിയ ആളുകളോട് ചോദിച്ചറിയാൻ പറ്റും. അവരുടെ ഹസ്ബൻഡ് വലിയ കാര്യമായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൈഫ് വലിയ കാര്യമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. വൈഫും ഹസ്ബൻഡൊക്കെ പഴയ സ്വഭാവം തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇവർ മാറിയത് കൊണ്ട് അവർക്ക് ഇവരുടെ ഈ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെയൊക്കെ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ശരിക്കും മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമുക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല. നമ്മളെ മാറ്റുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ മാറ്റുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ അവരുടെ നല്ല വശങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടു തുടങ്ങും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 26 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഐ എം ഷുവർ ഇറ്റ് മസ്റ്റ് ഹാവ്. ഇഫ് യു ഹാവ് പ്രാക്ടീസ്ഡ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മെന്റൽ പ്ലീസ്, അതായത് ആ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ തോ അതായത് ചേഞ്ച് ഇൻവിസിബിൾ ആയിരിക്കുള്ളൂ. അതായത് ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ബാംബു, ഒരു ബാംബു ഉണ്ട്. മുളകൾ സാധാരണ അങ്ങനെയാണല്ലോ. നമ്മൾ നട്ട് ഒരു 3-4-5 മാസത്തേക്ക് ഒന്നും കാണൂല. മുള നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഒന്നും കാണില്ല. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഇതിൻ്റെ അതിങ്ങനെ ഷൂട്ട് ഔട്ട് ചെയ്ത് നിൽക്കണ കാണാൻ പറ്റും. പുതിയ നാമ്പ് പൊങ്ങി നിൽക്കണ കാണാം. അപ്പം നമ്മൾക്ക് ഇത്രയും നാൾ ഇത് എവിടെയായിരുന്നു തോന്നിപ്പോവും. അതേപോലെയാണ്. അതായത് ഈ 5-6 മാസം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ചില മുളകളുണ്ട്, അമേരിക്കൻ ബാമ്പു, അങ്ങനെ ഒരു ബാമ്പു ഉണ്ട്. അത് 5 വർഷത്തോളം ഇതിൻ്റെ ഒന്നും കാണൂല. 5-ാമത്തെ വർഷം കഴിഞ്ഞ് 6-ാമത്തെ വർഷം തുടങ്ങി ഇതിങ്ങനെ കരുത്താർജിച്ച് മുകളിലേക്ക് പോകുന്ന പറയണേ. അപ്പൊ അത്രയും നാളും ഇത് മണ്ണിന്റെ അടിയിലേക്ക് ഇതിന്റെ വേരുകളെ മുറുക്കി അത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ചേഞ്ചസ് ചിലപ്പോൾ നിങ്ങൾക്ക് 28 ദിവസം കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഇൻവിസിബിൾ ആണെങ്കിൽ പോലും അതിൻ്റെ മാറ്റം നിങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ തോന്നി തുടങ്ങിയ നിങ്ങളുടെ ഹാപ്പിനെസ്, ഓവറോൾ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിലെ സർക്കംസ്റ്റൻസസ് മാറി തുടങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡിന് അതിൻ്റെതായ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത്രയും നാൾ നമ്മൾ 27 ദിവസവും 26 ദിവസവും നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്, ഭക്ഷണത്തിനും നമ്മളുടെ ബന്ധങ്ങൾക്കും പൈസയ്ക്കും എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ആള് നമ്മളാണ്. നമുക്കറിയാലേ, നമ്മുടെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന ശരീരമല്ല.
നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ആത്മാവിനെ ക്യാരി ചെയ്യണ വെസല് മാത്രമാണ് ഈ ശരീരം. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, ഞാൻ കൈ നമ്മൾ പറയൂല, എൻ്റെ കൈ എന്ന് പറയുക. അതായത് എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഞാൻ വേറെയാണ്, കൈ വേറെ. അപ്പം എൻ്റെ കൈ, എൻ്റെ പേന, എൻ്റെ ബുക്ക്, എൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ, വീട് വേറൊരു സംഭവമാണല്ലോ. അതുകൊണ്ടാണല്ലോ എൻ്റെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ എൻ്റെ കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളല്ല. നിങ്ങൾ ശരിക്കും ഈ ഫിസിക്കൽ രൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരു വെസൽ മാത്രമാണ്. അത് എപ്പോഴും ഓർക്കുക. അപ്പം നമ്മൾക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുനടക്കുന്ന നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ് കേട്ടോ. അത് സ്ഥിരമായി ഇറ്റേണൽ ആണല്ലേ. അതിന് മനുഷ്യ അതിന് രൂപം കൊള്ളുന്ന ഒരു വെസൽ മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. കരുതി. അപ്പൊ നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളോട് തന്നെ നമ്മളുടെ ഓരോ പ്രവൃത്തിക്കും, നമ്മളുടെ ഓരോ ഓരോ കൺസിസ്റ്റന്റ്, ഇപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ പേഴ്സൺ ദ മിറർ, ഫീലിങ്സ് ഓഫ് ഡിസാറ്റിസ്ഫൈ. അതായത് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയിൽ കണ്ട ആളോട് ഒത്തിരി കരുണ ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ഒരു കണ്ണാടി ഞാൻ നോക്കാം, സത്യം കരുണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട്. കാരണം നമ്മളോട് പലർക്കും കരുണ അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് വിഷമത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകണേ. അപ്പം നമുക്ക് അവർക്ക് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റണമെന്നില്ല. ഇറ്റ്സ് ഓക്കെ. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളോട് വല്ലാത്ത കരുണയും സ്നേഹവും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യണം. അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ എന്താ ചെയ്യണേ, നമ്മളെ തന്നെ നമ്മുടെ പാരന്റ് ആയിട്ട് മാറണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള വേദനിച്ച മുറിവേറ്റ ആ ഇന്നർ ചൈൽഡിനെ പാരന്റ് ആയിട്ട് നമ്മൾ മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ഒരുപാട് അങ്ങോട്ട് പാമ്പർ ചെയ്യണം. ഈ സ്നേഹം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, അന്ന് ധൈര്യം അതായത് പിന്തിരിപ്പ നയങ്ങൾ ഉണ്ടാവില്ല, ഞാൻ പോരാ എന്ന തോന്നൽ ഉണ്ടാവില്ല. ഇതൊക്കെ എപ്പോഴാണ് വരണേ, എന്നോടുള്ള എൻ്റെ സ്നേഹം കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ എന്നോടുള്ള എൻ്റെ നന്മ കുറയുമ്പോഴാണ്. ഉം, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മാറും, എല്ലാം മാറും. ആൻഡ് ഡിസപ്പോയിൻറ്റിങ് എല്ലാം, എല്ലാ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ ഇമോഷൻസും മാറും. നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നമുക്ക് നമ്മളോട് നന്ദി പറയുമ്പോൾ, കണ്ണാടി നോക്കിയിട്ട് ശരിക്കും നിങ്ങളെ നോക്കി കുറച്ചു നേരം നിങ്ങളെ നോക്കി അങ്ങോട്ട് നിൽക്കണം. അപ്പം നമുക്കിങ്ങനെ ആദ്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുടിയും നരയും ഒക്കെയാണ് ചിലപ്പോൾ മുടി നരച്ചു എന്നല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു കുരു വന്നു എന്നല്ലെങ്കിൽ സങ്കടം വരും. എന്നാലും ചിലപ്പോൾ കണ്ണിൻ്റെ ചുറ്റി കറുപ്പ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ വിഷമം, ഇതൊക്കെ വന്നല്ലോ, എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കണേ. അതിന് പകരം നമ്മൾ എന്താ, ഇറ്റ്സ് ഓക്കെ, അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പഠിക്കണം. ഇത് എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നല്ല സങ്കടം വരും മുടി നരച്ചതൊക്കെ കാണുമ്പോൾ. എന്നാലും നമ്മൾ ഇങ്ങനെ കവർ ചെയ്യാനൊക്കെ നോക്കും, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ മുടി നരച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കൊണ്ടു നടക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താം, ഓഫ് കോഴ്സ് സൊല്യൂഷൻസ് കണ്ടെത്താം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, എനിക്കൊരു മുഖത്തൊരു കുരു ഉണ്ട്, ഒരു പിമ്പിൾ വന്നു എന്ന് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ, അതിന് മരുന്നാണോ അല്ലെങ്കിൽ ക്ലെൻലിനെസ് ആണോ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു കുരുവോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വേദനയോടുകൂടി നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പാമ്പർ ചെയ്ത് ഒന്ന് താടിക്കൊക്കെ പിടിച്ചിട്ട് ഒന്ന് പുന്നാരിപ്പിക്കാൻ നമുക്ക് തോന്നണം. അങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ലോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് കണ്ടോ, നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരത്തോട് നന്ദി പറയുന്നതായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഫീൽ ചെയ്താൽ മതി. അതായത് ഇപ്പോഴും ഈ ശരീരം ഉണ്ട്, എന്നെ ഈ ക്യാരി ചെയ്ത് ഈ ശരീരം ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അതിനോടൊന്നും നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തോട് നന്ദി പറയുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. താങ്ക് യു പറയാം. നെവർ തിങ്ക് നിങ്ങളെപ്പറ്റി ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് നമ്മളെപ്പറ്റി ഒരിക്കലും നെഗറ്റീവായിട്ട് ഈ അംബാനി, മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ ഇന്റർവ്യൂ ബൈറ്റ്സ് കാണണേ. അപ്പൊ അതിൽ പുള്ളി പറയും, എന്നെ അച്ഛൻ പഠിപ്പിച്ചേക്കണം ഒരിക്കലും നമ്മളെപ്പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്നാണ് പറയണേ. അതേപോലെ ഷാരൂഖ് ഖാന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഷാരൂഖ് ഖാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്നെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല. നമുക്ക് ശരിക്കും പറയാം, ഞാൻ ഒരിക്കലും ഐ ആം ദ ബെസ്റ്റ് എന്ന് അയാൾ പറയാം. അതായത് നമ്മൾ എന്താ സാധാരണയായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ അത്രയും മതി, വേറെ ഒന്നും പോട്ടെ. പിന്നെ നമ്മളെ കുറ്റം, എന്നാലും നല്ല ഗ്ലാസ് ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ പിന്നെ പോട്ടെ നോക്കും. വേറൊരാളുടെ ആണെങ്കിൽ പറയണ്ട, ഇത് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പറ്റി ഗ്ലാസ് ആണ് അത്, ഉറപ്പുള്ള കാര്യമല്ല. ഗ്ലാസ് താഴ്ത്തു വീണാൽ പൊട്ടും. അത് നമ്മുടേന്ന് വീണാൽ ആരുടെന്ന് വീണാൽ പൊട്ടും. അതിനിപ്പത്തി ഇന്ന ആളെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടേന്ന് വീണ് കഴിയുമ്പോൾ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അർത്ഥം എന്താണ്, ഗ്ലാസ് പൊട്ടിയതല്ല പ്രശ്നം. വേറെ ആരെയെങ്കിലും വീണ് നമ്മൾ അത് പോട്ടെ കുഴപ്പമില്ല, അത് സാരില്ല എന്ന് നമ്മൾ സമാധാനം. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി വേറെ ആൾക്കാരുടെ ആണെങ്കിൽ ഭയങ്കര കുറ്റബോധമായിരിക്കില്ലേ.
പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റണം. പതുക്കെ പതുക്കെ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, ഗ്ലാസ് ആണ്, അത് വീണാ പൊട്ടും, അതൊരു സത്യമാണ്. ഒരു ആപ്പിള് താഴത്തേക്ക് വീണാൽ താഴത്തേക്കേ പോവുള്ളൂ, മുകളിലേക്കൊന്നും പോകില്ല, അത് പ്രപഞ്ച നിയമമാണ്. അപ്പൊ അങ്ങനെ അതിനെ ഒരു ഫാക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റണം. എന്നെ നമ്മളെ പറ്റി ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കരുത്. ഇറ്റ് വിൽ ഡാമേജ് യു ദേ ആർ. ഓക്കെ, നമ്മളെ അത് നശിപ്പിക്കും. ഓക്കെ, നമ്മളെ അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. വിത്ത് ദീസ് വാട്ട് എവർ യു ഡു വിൽ നമ്മൾ ഈ നെഗറ്റീവ് ഉള്ളിൽ വെച്ചിട്ടേ, അതായത് നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. നോക്കട്ടെ, നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, അമ്മയച്ഛൻ നന്നായിട്ട് ഒരുപാട് സ്നേഹിക്കുകയാണ്. കാരണം അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും അങ്ങോട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസിനെ ആരെങ്കിലും സ്നേഹിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പറ്റി വലിയ മതിപ്പൊന്നും ഇല്ലാന്ന് നോക്ക്. അതായത് ഞാൻ എന്നെ പറ്റി എനിക്ക് വലിയ വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ അതിൽ, ഒരു കാര്യമില്ല. നമ്മളെ എത്ര സ്നേഹിച്ചാൽ, ഇവിടെയാണ് ഈ പരാതികൾ പറഞ്ഞത്. നമ്മൾ എത്ര സ്നേഹിച്ചാലും അവർ നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടുകൊണ്ടേയിരിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ അവർ കണ്ടെത്തിക്കൊള്ളും. കാരണം എന്താണ്? നമുക്ക് നമ്മളോട് ഇഷ്ടമില്ല. അതായത് നമ്മുടെ വാക്കുകളല്ല ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന എനർജി രീതിയിൽ മനസ്സിലാക്കുക. അതായത് നമ്മുടെ വാക്കുകളല്ല മറ്റുള്ളവർ എടുക്കുന്നത്, നമ്മുടെ എനർജിയാണ്. അതായത് ഞാൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാനൊരു എനർജി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയാണ് ആളുകൾക്ക് കിട്ടുന്നത്, അല്ലാതെ നമ്മുടെ വാക്കുകളില്ല, അത് പിന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളെ പറ്റി ഭയങ്കരമായ ദേഷ്യവും സങ്കടവും, ഞാൻ കൊള്ളൂല, ഞാൻ എന്ത് ജന്മമാണ് എന്നാണ് ഉള്ളിൽ ചിന്ത. പക്ഷെ എല്ലാവരും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും ഞാൻ സ്നേഹിച്ച് എന്നോട് എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇങ്ങനെ വരുമ്പോൾ ആളുകൾ അത് തിരിച്ചറിയും, ആളുകൾ നമ്മളെ വില വെക്കില്ല. ആളുകൾ നമ്മളൊരു ശല്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു ശക്തിയായിട്ടാണ് കാണുക. ഇതാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്നതിന് മുൻപ് നമ്മളെ സ്നേഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര സ്നേഹം അവർക്ക് കൊടുത്താലും ഉണ്ടല്ലോ, അത് വില വെക്കൂല. അത് അങ്ങനെയാണത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടവരാണ് നമ്മളെ തന്നെയാണ്. അത് എസ്പെഷ്യലി എല്ലാവരും, എസ്പെഷ്യലി അല്ല എല്ലാവരും, എല്ലാവരും ലേഡീസും എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ഉള്ളിൽ നമ്മളോടുള്ള നെഗറ്റീവ് ഇമേജ് വെച്ചിട്ട് നമ്മൾ എത്ര സ്നേഹിച്ചാലും നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ മനസ്സിലായില്ല? അതായത് നമ്മൾ പറയാറില്ല, ഞാൻ എന്തോ ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഞാൻ എന്തോരം ജോലി, ചില അച്ഛന്മാരുടെ സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ കുടുംബത്തിന് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടും ജോലി എടുത്ത് പൈസ കൊണ്ടുവന്ന് മക്കളെ നോക്കും. മക്കളെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിച്ചാലും മക്കൾക്ക് അവരോട് വലിയ ഇതുണ്ടാവില്ല, വലിയ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇവർക്ക് സ്വയം ഇവരോട് റെസ്പെക്റ്റ് ഇല്ല. ഇവരിനി മക്കളിൽ നിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി മക്കളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര മക്കൾ കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കും. മക്കളെ സംബന്ധിച്ച് ഇവർ അച്ഛനാണോ അങ്ങനെയൊന്നുമില്ല, ഒരു വ്യക്തി അത്രയാണ്. അപ്പോൾ വാങ്ങിച്ചെടുക്കും. പക്ഷെ ഇവർക്കൊരു ഉള്ളിൽ തട്ടി റെസ്പെക്റ്റ് ഉണ്ടല്ല. ആ റെസ്പെക്റ്റ് വേണമെങ്കിൽ എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് അച്ഛന്മാര് അവരെ പാരൻസ് അവരെ സ്വയം സ്നേഹിച്ചിട്ട് മക്കളെ സ്നേഹിച്ചാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ വെൻ യു ഗ്രേറ്റ്ഫുൾ ടു യു യു വിൽ അട്രാക്ട് സിറ്റുവേഷൻസ് ടു ഫീൽ ബെറ്റർ അബൌട്ട് യു. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദിയുള്ളവരാകുമ്പോൾ കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങളെ, നിങ്ങൾക്ക് നന്ദിയുള്ളവരാവാനുള്ള കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. റിച്ച്, ഓക്കെ, അതെന്താ, സമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ, ഞാൻ റിച്ച് ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങുമ്പോൾ റിച്ച് ആവാനുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയണം അല്ലേ. ഞാൻ റിച്ച് ആണെന്ന് ഞാൻ സമ്പന്നനാണെന്ന് ഞാൻ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് എന്നിലേക്ക് സമ്പത്ത് വരിക. അങ്ങനെയാണത്. അല്ലാതെ അല്ലെങ്കിൽ സമ്പത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെ, ഇതാണ് അതിന്റെ നിയമം. നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, സമ്പത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയായി വരുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇതാണ്, ഞാൻ റിച്ച് ആണെന്ന് എന്നെ വിശ്വസിപ്പിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് സമ്പത്ത് വരിക. അപ്പോൾ എന്നോട് തന്നെ ഞാൻ നന്ദിയുള്ളവരാണ്, എൻ്റെ എക്സിസ്റ്റൻസിന്, ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് തന്നെ ഞാനൊരു സംഭവമാണെന്നേ, ഞാൻ സ്വയം ഒരു സംഭവമാണെന്നുള്ളൊരു അങ്ങോട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ചില ആളുകൾ ചില സ്ഥലത്ത് വന്നു നിന്ന് അവരിൽ നിന്ന് കണ്ണെടുക്കാൻ നമുക്ക് തോന്നൂല അല്ലേ. കാരണം അവരുടെ ഓറ ഭയങ്കര ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഓറ ആയിരിക്കും, അതായത് തിക്കായിരിക്കും അവരുടെ ഓറ. എന്നാൽ അവർക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പം നമ്മളെ കൂടെ ഒരുപാട് ഇഷ്ടപ്പെടുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർ ആരാണോ അവർക്ക് കൂടുതൽ കൂടുതൽ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഗോ ടു ദ മിറർ ആൻഡ് സേ ഔട്ട് ലൗഡ് ദ വേർഡ്സ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇന്ന് കണ്ണാടി നോക്കുന്നത്, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, കണ്ണാടി നോക്കിയിട്ട് എന്ത് രസം, കണ്ണാടി നോക്കി പറയുമ്പോൾ ചിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. കണ്ണാടി നോക്കിയിട്ട് എത്ര സങ്കടമാണെങ്കിലും അതൊക്കെ അങ്ങോട്ട് ഉരുകി ഒലിച്ച് പോകണം നമുക്ക് അറിയാൻ പറ്റും. കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയാം, ആരും കേൾക്കൊന്നും വേണ്ട, രാവിലെ ഒക്കെ എഴുന്നേറ്റിട്ട് കണ്ണാടി താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ആബിദ. അപ്പൊ ആരാണ് പറയണത്? ആബിദയുടെ ആത്മാവ് ആബിദയോട് പറയുന്നതാണ്. ഇത്രയും ഭംഗിയായിട്ട്
കൊണ്ടു നടക്കുന്നതിന്, ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്നതിന്, ഈ രക്ഷപ്പെടാനുള്ള ഈ ആത്മാവിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ, അതായത് ആത്മാവിൻ്റെ ഡെവലപ്മെൻ്റ് ആണല്ലേ ഓരോ ജന്മത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എത്താവുന്നതിൻ്റെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ എത്തണം എന്നുള്ളതാണ്. അതാണ് ഈ ആത്മാവിൻ്റെ ഡ്യൂട്ടി. അപ്പം അതിനുവേണ്ടി നമ്മൾ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇതൊക്കെ ഈ ശരീരത്തെ നിലനിർത്താൻ, നല്ല ഭംഗിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സ്നേഹിക്കുന്നു, ഫൊഗീവ്നെസ് ചെയ്യുന്നു, നല്ല ക്യാരക്ടേഴ്സ്, നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബെസ്റ്റ് സെൽഫിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ്. ബെസ്റ്റ് സെൽഫിൽ വരുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ഏറ്റവും ഉന്നതമായിട്ട് നിലയിൽ എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ ഈ എഫേർട്ടിനൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഗോ ടു ദ മിറർ ആൻഡ് സേ ഔട്ട് ലൗഡ് ദ വേർഡ് താങ്ക് യു വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിട്ട് പറയും. ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. നിങ്ങൾ ഈ കേൾക്കണ തിയറിയല്ലല്ലോ, കണ്ണാടിന് മുന്നിൽ പോയിട്ട് പറയാം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയാം താങ്ക് യു സോ മച്ച് സ്മിത, താങ്ക് യു സോ മച്ച്, യു ആർ അമേസിങ്, യു ഡു വണ്ടർഫുൾ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, നീ എന്ത് രസമാണ്, നീ എന്തൊക്കെയാണ് ചെയ്യണേ, നീ എത്ര 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 മനോഹരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. നമ്മളെ കുറ്റപ്പെടുത്താനെ കണ്ണാടി നോക്കിയപ്പോൾ കറുപ്പ് വന്നതും വെളുപ്പ് വന്നതും ഒക്കെയാണ് നോക്കിയിരിക്കണേ. ഇതൊന്നുമല്ല, വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഉള്ളീന്ന് സ്നേഹിച്ചു തുടങ്ങിയാണുണ്ടല്ലോ, ഇതൊക്കെ കറുപ്പിലേക്കൊന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ വെളുപ്പിലേക്ക് ശ്രദ്ധിക്കില്ല. ബി ഗ്രേറ്റ്ഫുൾ ഫോർ യു ജസ്റ്റ് ഹു യു ആർ. നിങ്ങൾ നിങ്ങളായി നിൽക്കുന്നതിന്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കണ്ടിന്യൂ വിത്ത് ദ മാജിക് പ്രാക്ടീസ് ബൈ ബീങ് ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ദ റെസ്റ്റ് ഓഫ് ദി ഡേ ടുഡേ. അതായത് ഇന്നത്തെ പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് രാവിലെ രാവിലെ അല്ല എപ്പോഴെങ്കിലും നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് താങ്ക് യു സോ മച്ച് എന്ന് പറയാം. ഓരോ കാര്യങ്ങൾക്കും അവിടെ നിന്നിട്ട് നിങ്ങളുടെ ആ നല്ല ക്വാളിറ്റീസ്, നിങ്ങളുടെ മക്കളെ നന്നായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ വീട് നോക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ സഹായിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ എടുത്തെടുത്തെടുത്ത് അങ്ങോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ശരിക്കും ഞാൻ പറയണ 10 മിനിറ്റെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ണാടി നോക്കി നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ മിറർ പ്രാക്ടീസ് ഒത്തിരി ചെയ്യുന്ന ഒരാളാണ്. കണ്ണാടി നോക്കി രാവിലെയൊക്കെ പല്ലൊക്കെ തേക്കണ സമയത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യണേ. ആ സമയത്ത് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾക്ക് നമ്മുടെ സെൽഫിനോടുള്ളൊരു സമയമാണത്. അതിങ്ങനെ നോക്കി സന്തോഷിച്ച് നമുക്ക് ശരിക്കും നമുക്ക് ഉപയോഗിക്കാത്തൊരു സാധനമാണ് കണ്ണാടി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ചില ആളുകളുണ്ട് കണ്ണാടി നോക്കാറേ ഇല്ല, അവരൊരു വാരി വലിച്ച് പോകണവരുണ്ട്. അപ്പോൾ അവർക്ക് അവരെന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ അറിയണം. നമ്മൾ ഈ മെഡിറ്റേഷനും അങ്ങനെയുള്ള സെൽഫ് ലവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അത്രയും പരിചയമായിരിക്കണം. നമ്മൾ ഏറ്റവും കുറവ് കാണുന്നത് ചിലപ്പോൾ നമ്മുടെ മുഖമായിരിക്കും. നമ്മൾ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരെയും ഭംഗി കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുഖമായിരിക്കും ഏറ്റവും കുറവ് കാണുക. അങ്ങനെ ഇന്ന് ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതിന് ശേഷം നിങ്ങൾ എപ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പേഴ്സൺ ദ റെസ്റ്റ് ഓഫ് ദി ഡേ സേ താങ്ക് യു എവറി ടൈം യു ലുക്ക് അറ്റ് ദി മിറർ. എപ്പോഴൊക്കെ കണ്ണാടി നോക്കുമ്പോൾ അപ്പോൾ പറയാം താങ്ക് യു സോ മച്ച്. പറഞ്ഞു നോക്കിയാൽ കണ്ണാടി നോക്കിയിട്ട് താങ്ക് യു സോ മച്ച് അങ്ങോട്ട് പറയാം. ലുക്ക് അറ്റ് ദി മിറർ ആൻഡ് സേ 3 things about yourself to be grateful for you. ഓക്കെ, നിങ്ങളെപ്പറ്റി നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ. നീ നന്നായിട്ട് അറ്റ്ലീസ്റ്റ് പോട്ടെ ഇന്ന് കുളിച്ചു നോക്കാം. നീ കുളിച്ചൂലേ, നീ ഇന്ന് നിന്റെ ശരീരം വൃത്തിയാക്കി, നിന്റെ ഈ വെസല്, എൻ്റെ ആത്മാവിനെ കാര്യമായിരുന്ന ഈ വെസല് നീ വൃത്തിയാക്കി, നല്ല ക്ലീൻ ആക്കി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ കുളിച്ചതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയാം. ശരി, അതുകൊണ്ട് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാണ്, ഒരു ഫ്രഷ്നെസ് ആണ്. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അതിനും വേണ്ടിയിട്ടും പറയാം താങ്ക് യു സോ മച്ച്. ഓക്കെ, 3 കാര്യങ്ങൾ എടുക്കുക. 3 കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് താങ്ക് യു പറയാം. ഓക്കെ, ഗ്രേറ്റ്ഫുൾ ഫോർ യു ഡിസേർവ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് മോർ വെൻ യു. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളോട് തന്നെ ഇത് പുതിയൊരു ഹാബിറ്റാക്കി നിങ്ങൾ മാറ്റുക കേട്ടോ. ഐ ലവ് യു ഒക്കെ പറയണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, താങ്ക് യുവും പറയാം. ഓക്കെ, വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ യു ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ യു വിൽ ബിക്കം എ മാഗ്നറ്റ്. നിങ്ങൾ നന്ദിയും പരാതിയും കൂടെ ഒരുമിച്ച് പോകില്ല. നിങ്ങളെപ്പറ്റി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും. നിങ്ങളുടെ പ്രശ്നങ്ങളും ന്യൂനതകളും ശ്രദ്ധിക്കുന്നത് നിർത്തും. ഓക്കെ, പിന്നെന്താണ്, വിൽ ബിക്കം നിങ്ങളൊരു കാന്തമായി മാറും. എന്തിൻ്റെ? സ്നേഹത്തെ ആകർഷിക്കുന്ന, സന്തോഷത്തെ ആകർഷിക്കുന്ന, നല്ല ആളുകളെ ആകർഷിക്കുന്ന, നല്ല ബന്ധങ്ങളെ ആകർഷിക്കുന്ന, നല്ല സാഹചര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന, നിങ്ങളെ നല്ല സൊല്യൂഷൻസും നല്ല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ ലൈഫിൽ നമ്മളിങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യുവർ വേൾഡ്
വേൾഡ് വിൽ ബിക്കം എ ബെറ്റർ പ്ലേസ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലോകം ഒരു മനോഹരമായൊരു ലോകമായിട്ട് മാറും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഞാൻ നോക്കിയിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ചേഞ്ചസ് വരും. നിങ്ങൾ ഈ ബുക്ക് ഇതിൽ പഠിച്ച കാര്യങ്ങളെല്ലാം 28 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ ഒന്ന് കുറച്ച് ഇനിയിപ്പോൾ 2024 പോകാൻ ഒരു മാസം ഉള്ളൂ, ഒരു മാസം 1.5 മാസം ഉള്ളൂ. അപ്പോൾ 2025 നമ്മുടെ കയ്യിലെക്കണം. 2025 നമുക്കുള്ളതാണ്. 2024 അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഞാൻ ഇൻഷാല്ല ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഡിസംബറിൽ ഒരു ഇൻറ്റൻഷൻ സെറ്റിംഗ് സെറമണി, ഒരു ഗോൾ സെറ്റിംഗ് സെറമണി, അതായത് അതിൽ ഹീലിംഗ് ഉണ്ടാവും, ഗോൾ സെറ്റിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഗോൾ സെറ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, വർക്കൗട്ട് ആക്കാം ഡിസംബർ ലാസ്റ്റ് വീക്ക്. അപ്പോൾ നമുക്ക് നമ്മളെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് 2025 അതിനുള്ള വിഷൻ ഗോളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങണം കേട്ടോ. നിങ്ങളുടേതാക്കി മാറ്റണം. അതിന് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യമാണ്, ഓരോ വർഷവും ഡിസംബറിൽ ഞാൻ നോക്കും ഞാൻ എവിടെ എത്തിയെന്ന്. അതൊരു 4 വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ 2020 തുടങ്ങി 20 തുടങ്ങിയാന്ന് തോന്നുന്നു ചെയ്യണ കാര്യമാണ്. പക്ഷേ 20 തുടങ്ങി മിറാക്കുലസ് ആയിട്ട് ചേഞ്ചസ് കഴിഞ്ഞ ഡിസംബറിൽ ഞാനല്ല ഇപ്പോൾ. ഈ ഡിസംബറിൽ എനിക്ക് പറയാൻ ഒരുപാട് പേരുണ്ട്. ആബിദയുടെയും സിയാദിന്റെയും ഫർസാനയുടെയും രാജേഷിന്റെയും മുനീറിന്റെയും ഒക്കെ കഥകൾ പറയാനുണ്ട് എനിക്ക്. കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് നിങ്ങളെന്ന് അറിയില്ലായിരുന്നു. അതേപോലെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഹെൽത്ത് ക്ലബിൻ്റെ കാര്യങ്ങൾ പറയാം, എൻ്റെ ഹീൽ ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് പേര് ഹീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം. കണക്കെടുപ്പ് നോക്കുമ്പോൾ നന്ദി പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഓരോ ഡിസംബറിലും നിങ്ങൾ കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാതെ ഡിസംബർ ഈവ് എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് ബഹളം വെക്കാനുള്ള ഒരു ദിവസമല്ല അത്. സെലിബ്രേറ്റ് ചെയ്യണം. ശരിക്കും അത് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് ഡിസംബറിൻ്റെ ലാസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ഫുൾ ടൈം ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്ന് പറയണം കഴിഞ്ഞൊരു വർഷത്തിന്. അതൊക്കെ അപ്പോൾ ശരിക്കും ചില ആളുകളുണ്ട് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ആ സമയത്തൊക്കെ ഈ എന്താ ഉള്ളിലേക്ക് വലിയുന്ന ഈ മഹാത്മാരെ മെഡിറ്റേഷനിൽ മാത്രം ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ. കാരണം അവർക്ക് വേറെ ആരുടെ എനർജി വേണ്ട. ഓരോ സ്ഥലത്ത് ഹിമാലയത്തിൽ അവിടെയൊക്കെ പോയിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അത് നമ്മളൊന്നും അങ്ങനെയൊന്നും ആയില്ലെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാമല്ലോ. മെഡിറ്റേഷനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കുറേയൊക്കെ ഇൻട്രോസ്പെക്ഷൻ നടത്താം. ഒരു വർഷത്തെ ഗോളുകൾ എഴുതി വെക്കാം. നമ്മളൊരു അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് നമ്മൾ എന്തായിരിക്കുമെന്ന് നോക്കാം. നമ്മൾ എത്രത്തോളം എത്തിയെന്ന് നോക്കാം. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫ് മിറാക്കുലസ് ആയിട്ട് ചെയ്യുക, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നടക്കാൻ. ഓരോ ദിവസം നിങ്ങൾ കാണില്ലേ ഈ ബാംബൂന്റെ ഇത് നോക്കിയാൽ മതി, നിങ്ങളൊന്നും കാണൂല ചിലപ്പോൾ ഇത് എന്തെത്തി എവിടെ വളർന്നു എന്ന് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോണ്ടല്ലോ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫ് മിറാക്കുലസ് ആയിട്ട് മാറാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് ഒന്നുകൂടെ പറയാം. ഒന്ന്, നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മൾ മാജിക് സ്റ്റോൺ എടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നെക്സ്റ്റ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാളത്തെ 10 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നിങ്ങൾ നാളത്തെ ദിവസം രാവിലെ തന്നെ ഒരു പ്രാവശ്യം കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കട്ടെ, അതിലൊന്നും തെറ്റൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് വാഷ്റൂമിൽ പോകുമ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിങ്ങളെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുക. താങ്ക് യു പറയാം. പിന്നെ നാളത്തെ ദിവസം എപ്പോൾ നിങ്ങൾ കണ്ണാടി കണ്ടാലും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും 3 കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പറയാം. നിങ്ങളെ പറ്റിയുള്ള 3 നല്ല ക്വാളിറ്റീസ് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് പറയാം. എപ്പോഴും ആലോചിക്കാൻ നിങ്ങളെന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമല്ല, നമ്മുടെ ആത്മാവാണ് നമ്മൾ. അപ്പോൾ ആത്മാവിനെ ക്യാരി ചെയ്യാനുള്ള ഒരു വെസലാണ് നമ്മുടെ ശരീരം. ഈ ഈ ശരീരം വിട്ട് ഈ ആത്മാവ് പോവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ശരീരം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുനടക്കുക, ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ ആത്മാവിനോട് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റും കൂടിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫേർട്ടിനും, നിങ്ങൾ നേടുന്ന എല്ലാ അറിവിനും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും നല്ലൊരു ഭക്ഷണം അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കണം നമ്മുടെ സെൽഫ് ലവിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തോട് പോലും ഇപ്പം ഞാൻ പറയില്ലേ നല്ല നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗി അങ്ങനെയൊക്കെ നടക്കുന്ന നമ്മളോട് തന്നെയുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് ശരിക്കും, അല്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു പ്രോസസ്സാണ് നാളത്തെ. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? സമയം കഴിയാറായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നാളെ തുടങ്ങിയിട്ട് നമുക്ക് എങ്ങനെ നാളെ ആണോ? നാളെ ഞാൻ കൺഫേം ചെയ്യാം. നമുക്ക് ടാപ്പിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഹീലിംഗ് പ്രാക്ടീസ്, മെഡിറ്റേഷൻ
ഒരു 9:30ക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 9:30 ടു 9:45 വരെ നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാം, നോക്കാം എന്നൊക്കെ ഞാൻ പറയാം, ചെയ്യാം. പിന്നെ നിങ്ങൾ ഹീലിങ്ങിൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലേക്കൊക്കെ വരൂ. ബേസിക് ഹീലിംഗ് ചെയ്യാത്തവരാണെങ്കിൽ ബേസിക് ഹീലിംഗ് ചെയ്യൂ. അതിനുശേഷം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ. ഒരുപാട് പേര് ഇപ്പോൾ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നല്ല കോംപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ. നിങ്ങൾ ഇനി ഇൻഡിവിജ്വൽ മെൻറ്ററിങ് ആണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഒരു രൂപ പോലും വെറുതെ ആവില്ല കേട്ടോ. നിങ്ങൾ ഒരു 6 മാസത്തെ മെൻറ്ററിങ് ഒക്കെ എടുക്കൂ, ലൈഫ് അടിപൊളിയാക്കൂ. അതിന് കിട്ടുന്ന സമയവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കൂ. ലൈഫ് നെക്സ്റ്റ് ലെവലിൽ സാമ്പത്തികമായി വിജയിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യൂ. അതായത് സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ മാറും. അതിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മളൊന്ന് കൽബിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സമാധാനമുള്ളവരാവണം ആദ്യം. അപ്പം നമ്മുടെ മുന്നിൽ വഴികളൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ സമാധാനം എങ്ങനെ വരിക? ഹീലിങ്ങിലൂടെയാണ് വരിക. ഹീലിംഗ് ചെയ്യൂ, പണത്തെ സ്നേഹിക്കൂ, വെൽത്തിനെ സ്നേഹിക്കൂ. വെൽത്തിന് വേണ്ടി നമ്മുടെ വൈബ്രേഷൻ ഉയർത്തൂ. അപ്പോൾ ഈ വെൽത്തൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ലൈഫ് മിറാക്കുലസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. നമ്മള് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? എങ്ങനെ? ഇപ്പോ ഞാൻ ആരാണെന്നുള്ള ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും യുണീക്കാണെന്ന്. ആ അപ്പൊ ഞാൻ ആരാണെന്നുള്ള എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അപ്പൊ എന്റെ കഴിവുകള് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എന്നെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള എന്തിനാണ് മനസ്സിലായോ? മനസ്സിലായി. നമ്മളൊരു എപ്പോഴും ആലോചിക്കുക, നമ്മളുടെ ഈ ലോകത്ത് സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ഒരു സർവീസ് ആയിരിക്കും. അതായത് മറ്റുള്ള ആളുകളെ സെർവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിലൂടെ മാത്രമാണ് നമുക്ക് ഫുൾഫിൽമെന്റ്. അത് മണി അതിന്റെ ഒരു ഔട്ട്കം മാത്രമാണ്. നമുക്ക് എങ്ങനെ ആളുകൾക്ക് അതായത് ഞാൻ പറയാം, ഈ ഭൂമിയിൽ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, മറ്റുള്ളവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെയും സൃഷ്ടിപ്പ് അതിൻ്റെ ഉദ്ദേശം അതാണ്. എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ജിയാദിന് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്നുള്ളത്, ജോലി ആയിരിക്കാം, ജോലിയിലൂടെ ആയാലും എന്ത് സേവനമാണ് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ സേവനങ്ങൾ ചെയ്ത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ഏറ്റവും നന്നായിട്ട് എന്താണ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഔട്ട്കം. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് അറിയാം. നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അതറിയാവുന്നൊരു വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്ന് അറിയാം. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ കർമ്മമണ്ഡലം. നമുക്ക് പാഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈവൻ പൈസയോ സമയമോ പോലും നോക്കാതെ ചെയ്യാൻ തോന്നുന്ന ഒരു ഇഷ്ടമുള്ളൊരു സംഭവം, അതാണ് നമ്മുടെ സേവനവും, അതാണ് നമ്മുടെ കർമ്മമണ്ഡലം. അതിലൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. കർമ്മം ചെയ്യണമല്ലോ, സേവിക്കണം അല്ലെ, സേവനമാണ്. അത് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് തിരിയണം. അപ്പോൾ എനിക്ക് ഇൻറ്റ്യൂഷനായിട്ടും ഗൈഡൻസ് ആയിട്ടൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിലേക്ക് തെളിഞ്ഞു വരും. എൻ്റെ ഉള്ളിലേക്ക് യാത്ര. നമ്മുടെ കണ്ണും കാതും മൂക്കൊക്കെ പുറത്തേക്കാണ് തുറന്നു വെച്ചേക്കണേ. അതിന് പകരം അതൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിയാം. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് നമ്മളിൽ വെളിച്ചം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഐഡിയാസും വഴികളും ആളുകളും അവസരങ്ങളൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഒരു നമ്മുടെ മുന്നിൽ ഒരു ഒരു വഴി തെളിഞ്ഞു വരും. ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്താണ്. അതിന് നമ്മളുടെ അപ്പോൾ ഞാൻ പറഞ്ഞേ, അതാണ് ഈ പറഞ്ഞേ, ഈ ഡിസംബറിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച നമ്മളെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ, മറ്റുള്ള ആളുകളെ അവരെന്ത് ചെയ്യണു അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളത് നോക്കി അങ്ങോട്ട് തിരിയാതെ എന്നിലേക്ക് തിരിയാം. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ അറിയാം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോകത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. എന്താ പറയാ, അല്ലേ, ചില കുട്ടികളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു വാർത്ത വായിച്ചു, 100 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനി. അദ്ദേഹം ആ കുഞ്ഞ് 10 വയസ്സോ 12 വയസ്സോ അങ്ങോട്ട് ഉള്ളൂ. അവൻ IT എന്തോ ചെയ്യണേ. അപ്പൊ എന്തോ ഒരു ആപ്പോ ഗെയിമോ അങ്ങനെ എന്തോ ഡെവലപ്പ് ചെയ്തേക്കണം. അപ്പോൾ അവൻ ചെയ്തൊരു സേവനത്തിന് അവന് കിട്ടിയ പണമാണ്. അപ്പൊ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റണത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും വഴികൾ. അത് കണ്ടെത്തുക, കണ്ടെത്തി കഴിഞ്ഞാൽ അതിലെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുക. പൈസ ഒക്കെ നമുക്ക് വന്നോളും. നമ്മൾ അന്വേഷിച്ചത് ക്ലിയർ ആണോ? ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആണോ? ഓക്കെ മനസ്സിലായി.
നമ്മളിലേക്ക് ഒന്ന് തിരിയാ. നമ്മൾ സാധാരണ നമ്മൾ പുറത്തേക്കാണ് മറ്റുള്ളവരെ വെച്ച് കാവൽ ചെയ്ത്. ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്താ ഇങ്ങനെ കണ്ടെത്താൻ ഡിഒ ഡിം ഡിവൈമെറ്റ് ടെസ്റ്റോ DIY അങ്ങനെ തോന്നുന്നു. DIY ആ ആണ്. ഡിവൈ അങ്ങനെ എന്തോ ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ, ഫിംഗറിന്റെ എന്തോ നോക്കിയിട്ട് ടെസ്റ്റ് ഉണ്ട് നമ്മുടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹെൽത്ത് ക്ലബിൽ ഉണ്ട്. അതെന്താ ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഡെർമറ്റോഗ്രാഫിക് ടെസ്റ്റ്. അത് ലൈഫ് ലൈനിലൊക്കെ ചെയ്യും. അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് ആഹ്, എന്താ അത് പ്രത്യേക രീതിയിൽ സയന്റിഫിക് ആയിട്ട് മെഷർമെന്റ് ഒക്കെ ഉണ്ട്. അതിന്റെ ടെസ്റ്റ് ഇവിടെ ഉണ്ട്, ലൈഫ് ലൈനിലുണ്ട്. പിന്നെ ലൈഫ് ലൈനിൽ അതിന്റെ ഫ്രാഞ്ചൈസി കൊടുത്തേക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ നോക്കി നമ്മൾ ഈ TTPയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഈ സംസാരവും ഭാഷയും ഒക്കെ പഠിപ്പിക്കുക, അങ്ങനെയാണ് കുറെ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയേക്കാൻ. അത് ചെയ്തറിയാൻ ആ പറ്റും. ഡെർമറ്റോഗ്രാഫിക് ഇന്റലിജന്റ് ടെസ്റ്റ്, DIT അങ്ങനെ എന്തോ ആണ്. ആ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്തറിയാൻ പറ്റും. നമ്മുടെ EMIT അങ്ങനെ പേര് ഞാൻ മറന്നു. എന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. അതായത് നമ്മുടെ കർമ്മമണ്ഡലം എന്താണെന്ന് അറിയാൻ പറ്റും. അത് ലൈഫ് ലൈനിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ എനിക്ക് നമ്മളെ അറിയാം. മക്കളൊക്കെ ചെയ്യിച്ചാല് ചിലപ്പോ ഗുണമായിരിക്കും. നമ്മളെ മക്കളൊക്കെ ചെയ്യിച്ചാലേ അത് ചെയ്ത് മക്കളൊക്കെ ചെയ്യിച്ച കിട്ടിയാൽ. അത് നല്ലതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഫീൽഡ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും നമുക്ക്. സമയം കഴിയാറട്ടെ. അപ്പോൾ അതൊക്കെ ചെയ്യാം. സേവനങ്ങൾ നല്ല ഫീ ഉണ്ടോ അത് ലൈഫ് ചെയ്യുമ്പോൾ? ഫീ എത്ര വരും? അതെനിക്ക് അറിയില്ല. അത് എങ്ങനെയാണ്, സെപ്പറേറ്റ് ആണോ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ഭാഗമായിട്ടാണോ, അതൊന്നും എനിക്കറിയില്ല. ആ എന്നാലും ആ ഫ്രാഞ്ചൈസിയും ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ടൈം ഒരുപാട് വൈകി. സമയം അല്ലല്ല, സമയം കഴിഞ്ഞു. 1 മണിക്കൂർ ഇപ്പൊ കഴിയും, അത് കട്ടാവും 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ. അപ്പോ നിങ്ങളുടെ ഈവൻ നമ്മുടെ വെൽത്ത് ക്ലബ്ബിൽ ചെയ്യണ്ടല്ലോ, നമ്മുടെ പാഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിൽ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ടെസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഈ പാഷൻ കണ്ടെത്താനുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇത് ഇത്രയുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് നോക്കുക. അത് തന്നെ നമ്മുടെ പാഷൻ. കാശ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക. ചില ആൾക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കില്ലേ, ചില ആൾക്ക് ചെടി നടാൻ ഇഷ്ടമായിരിക്കും, ചില ആൾക്ക് പക്ഷികളെ മൃഗങ്ങളെയൊക്കെ നോക്കാനായിരിക്കും ഇഷ്ടം. അപ്പം അതൊക്കെ അങ്ങോട്ട് ബിസിനസ്സാക്കി മാറ്റുക. അങ്ങനെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ലവ് യു. ബ്ലെസ് യു. വെൽക്കം.